മയില് സ്വാഗതം പറയുന്ന മയില. അയ്യോ ഞാൻ ക്യാമറ ഓണാക്കിയപ്പോൾ കറക്റ്റായിട്ട് അത് കറിയേക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ആഗ്രഹിച്ച് പോകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വന്നപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും വന്ന വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ എടുത്തേക്കുന്നതും പിന്നെ എങ്ങോട്ടാണ് വന്നേക്കുന്നതെന്നും. വന്നിട്ട് ഞങ്ങളിപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു വഴി വരെ പോയായിരുന്നു. നമ്മളൊരാൾക്ക് ഒരു കുട്ടി സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. അവളുടെ എന്നാ പറഞ്ഞേ, ആ ആളുടെ ആഗ്രഹം അവർ സാധിച്ചു കൊടുക്കാതിരുന്നത് നമ്മൾ നിർബന്ധിച്ച് സാധിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇച്ചിരി വേദന എടുപ്പിച്ചിട്ടുണ്ട്. ശരിക്കും വേദന എടുത്തല്ലേ? ശരിക്കും വേദന എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് എന്നാണ് ആരെയാണ് വേദനിപ്പിച്ചതെന്നൊക്കെ. അയ്യോ ഞാൻ പൊട്ടു തൊട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ആരെയാണ് വേദനിപ്പിച്ചതെന്നൊക്കെ ഉള്ളത് പോയി നോക്കി കണ്ടുപിടിച്ചോ. അപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും വല്ല ഗസ്സുമായോ ക്ലൂ കിട്ടിയോ എന്നൊക്കെ നിങ്ങൾ നോക്കിക്കോ അല്ലേ ഏടേ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ഇൻട്രോയും ഇല്ല, വൈൻഡപ്പും ഇല്ല. നമ്മൾ ഈ വലിയ സന്തോഷം കൂടി കഴിയുമ്പോൾ പകുതി കാര്യം മറന്നു. അതാണ് പറ്റിയത് കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. അന്നേരം ഇൻട്രോ ഇല്ല, അതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ ഓടി വന്നതാണ്. നല്ല വീഡിയോ ആണ്. ശരിക്കും നോവിച്ച ഒരു സംഭവം, ഒരു വേദന കൊടുത്തൊരു സംഭവം ഉണ്ട് ഇതിനകത്ത്. നിങ്ങളെല്ലാവരും കൂടി എന്നെ തല്ലി കൊന്നേക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ്ട് എന്നെ അത് പോയി കണ്ടോ, ആരെയാ വേദനിപ്പിച്ചതെന്നും പോയി കണ്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വഴി കൂടെ നടന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ പിന്നെ കുമളിയിൽ നിന്ന് വണ്ടി കയറി കുറച്ച് നേരം തളർന്നു കുത്തിയിരുന്നു. ഇരുന്നെങ്കിലും പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മുടെ നല്ല പ്രദേശങ്ങൾ കാണുന്നത്. അപ്പം ഏതാണ്ട് ഒരു മണി, ഒരു 11:30-12 മണിക്ക് അടുത്തായി. നമ്മുടെ വെത്തല കൊണ്ടെല്ലാം കഴിഞ്ഞ് വണ്ടി അങ്ങ് പോയിരുന്നു. അപ്പം നമ്മൾ കുമളിയിൽ നിന്ന് കയറി നല്ല പുതിയൊരു ബസ്സിലാണ്. അപ്പം ബസ് വലിയ സ്പീഡിലായിരുന്നു. പുതിയ ബസ്സിൻ്റെ ഇതായതുകൊണ്ട് അതിൻ്റെ എന്തോ സ്പീഡ് ലിമിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും സ്പീഡ് കുറവായിരുന്നു. നല്ല പുതിയ ബസ്സിന് നല്ല സീറ്റും അറേഞ്ച്മെൻറ്റൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഇരിക്കാനും നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ പാടത്തൂടെയും തെങ്ങും തോപ്പിനകത്തൂടെയും എല്ലാം കൂടെ പോകുന്നൊരു വഴി കണ്ടത്. നല്ലൊരു പാടവും പാലവും നമ്മുടെ വ്യവസായത്തിനുള്ള വെള്ളവും ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം വെണ്ടയ്ക്കായും പാവയ്ക്കായും മുരിങ്ങയ്ക്കായും അച്ചിങ്ങായും കോവയ്ക്കായും എല്ലാം ഉണ്ടാകുന്നൊരു സ്ഥലമല്ലേ നമ്മുടെ തമിഴ്നാടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, ഭയങ്കര സന്തോഷം തന്നെയാണ് ഈ സ്ഥലങ്ങൾ കാണുന്നത്. ഈ സ്ഥലങ്ങൾ കണ്ട നെൽപ്പാടങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പം ഈ ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ കുന്നുകളും ചെറിയ ചെറിയ മരങ്ങളും മാവും തോപ്പുകളും തെങ്ങും തോപ്പുകളും വാഴത്തോപ്പുകളും എല്ലാമായിട്ട് ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ അടിച്ചത്രയും ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ആണെങ്കിൽ പോലും അത്ര കരിവോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കൊമ്പം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ മുന്തിരിയെല്ലാം വെട്ടി കിളുത്ത് നിൽക്കുന്നൊരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വളരെ സ്ലോവല്ല ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ഇപ്പം വന്നിരിക്കുന്നത്, ഇപ്പോൾ ഈ പാലം കാണുന്നത് നമ്മുടെ പച്ചക്കറിയുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റായ സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറി നമ്മൾ ലേലം ചെയ്ത് നമ്മുടെ കേരളത്തിലേക്ക് ഒക്കെ വരുന്നത്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന്. അവിടുന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കഴിഞ്ഞിട്ട് നാലാമത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു നമ്മുടെ കോയമ്പത്തൂർ എത്തുന്നത്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയായിരുന്നു, മറന്നുപോയി, എൻ്റെ നിൽക്കുന്നില്ല. അപ്പം അങ്ങനെ നമ്മളെ ടൗണെല്ലാം കഴിഞ്ഞിങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ചെറിയ ചെറിയ വീടുകളാണ്. ചെറിയ ചെറിയ വീടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവങ്ങളുള്ള വീടുകളാണ്. അപ്പോൾ അവരുടെ വ്യവസായം വേറെ സ്ഥലത്തും എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു സ്ഥലത്തുമാണ്. ഈ തമിഴ്നാട് സംബന്ധിച്ച് പറയാമെങ്കിൽ അങ്ങനെയാണ്. തമിഴ്നാട് സംബന്ധിച്ച് പറയാമെങ്കിൽ അവർ താമസിക്കുന്ന എല്ലാവരും ഒരു സ്ഥലത്തായിരിക്കും. വ്യവസായം മറ്റെല്ലാവരും കൂടെ വ്യവസായം വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പോയി ചെയ്യാനും വെള്ളവും ഇതിനും എല്ലാം സൗകര്യം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്ന കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മഴക്കാറടിച്ചു. പ്രകൃതിയെല്ലാം മൊത്തത്തിൽ വാടി തളർന്ന് കുത്തിയ പോലെ ആയിപ്പോയി, ഇരുട്ട് പോലെ ആയിപ്പോയി. മഴയുടെ നല്ലൊരു ഇത് കാണുന്നുണ്ട്. അപ്പം മഴക്കാറ് അകറായി. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പല്ലടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പല്ലടത്ത് വന്നു കഴിഞ്ഞിട്ടാണ് മഴ പെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതുവരെ മഴയൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ കാറ് കൂടി ഇപ്പോഴായിരുന്നു. മഴ പല്ലടം വന്നു കഴിയുമ്പം മഴ പെയ്യാനായിട്ടുള്ള സാധ്യത കാറെല്ലാം കൂടെ കൂടി. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 50 കിലോമീറ്ററോളം തോന്നുന്നു നമ്മുടെ കോയമ്പത്തൂരിലേക്ക്. അവിടെ നിന്ന് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിശക്തമായ മഴ അങ്ങ് പെയ്തു. ഞങ്ങൾ ഈ മഴയത്തും വണ്ടിക്കകത്ത് ഇരുന്ന് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേയൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തു. അപ്പം മഴയത്തിൻ്റെ ഇതൊന്നും എടുത്തില്ല. അങ്ങനെ കുറേയൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ കോയമ്പത്തൂർ സ്റ്റാൻഡിൽ വരുമ്പോഴും ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. അപ്പം ഇതല്ലേ ചെറിയ ചെറിയ തോടുകളും ചെറിയ ചെറിയ വഴികളൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലോട്ട് ഓരോരുത്തർ തിരിച്ചിട്ട് കൃഷി ചെയ്തേക്കുന്നു. പക്ഷേ കൃഷി ചെയ്യാത്തവർ ഇട്ടേക്കുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം എന്ന് വെച്ചാൽ ഞാൻ ഈ കാറ്റാടിപ്പാടം, വൈദ്യുതി മുടങ്ങത്തില്ല. കാറ്റാടിപ്പാടത്തെ ഇഷ്ടംപോലെ കാറ്റാടിപ്പാടം. നമ്മൾ എവിടെ വന്നേക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. ഇത് നമ്മുടെ മരുതുമല ഭഗവാന്റെ മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. മരുതുമല മുരുകൻ്റെ ക്ഷേത്രം എവിടെയാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എവിടെയാണ് ഉള്ളത്?
കോയമ്പത്തൂരാണല്ലേ, മറന്നുപോയോ? പണ്ട് നമ്മളൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോയമ്പത്തൂർ കൃഷ്ണമോടെ വീട്ടിലേക്ക് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴേക്കും നല്ല കടൽ മാതിരി തോന്നില്ലേ, തിര പോലെ. പക്ഷെ അല്ല കേട്ടോ, ആകാശം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു, സൂപ്പറായിട്ടിരിക്കുന്നു. ഞാനും ചേട്ടായും കൂടെ നമ്മുടെ കൃഷ്ണമോളുടെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ, എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. മയിലിനെ കാണിച്ചു തരട്ടെ, കണ്ടോ ഇരിക്കുന്നത്, കണ്ടോ മയിലാണ് ഇരിക്കുന്നത് കേട്ടോ, കണ്ടോ 3-4 ഉണ്ട്. പക്ഷേ മഴ പെയ്യുമ്പോൾ ഇവർ നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്നലെ ഞങ്ങൾ വന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴയെന്ന് വെച്ചാൽ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി കേട്ടോ. അപ്പം വെറുതെ ജസ്റ്റ് ചുമ്മാ നമുക്കിവരെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവർ കുറേ നാളായിട്ട് വിളിയാണ്, വായോ വായോ വായോ. ആങ്ങളെയാണ് കണക്ക് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ. 2 വർഷമായി ചേച്ചി വന്നിട്ട് പോയിട്ട്, 2 വർഷമായി എന്നാ പെങ്ങളാ പോലും പെങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ആ ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അതുകൊണ്ടിരുന്ന് കാരണം അയ്യോ ഞാൻ സംസാരിച്ചപ്പോഴത്തേനും ഇതിൻ്റെ മണ്ട വന്നിരുന്ന് ഒറ്റ കാർച്ചോ, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കൊണ്ടിരിക്കുന്നേ, ഹായ് വാടാ വാ. അയ്യോ അത് ആണാണ് കേട്ടോ, നല്ല വാലൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഇച്ചിരി കൂടെ നീങ്ങി തന്നെ കാണാനും നോക്കുക കേട്ടോ. ഞാൻ സംസാരിക്കുന്ന കണ്ടിട്ടേ, ഇതാരാ ഇവിടെ ഞങ്ങൾക്ക് വലിയ ശല്യമില്ലാത്ത സ്ഥലമാണല്ലോ, ഇതാരാ ഇവിടെ വന്ന് സംസാരിക്കുന്നതെന്നൊക്കെയാണ് തോന്നുന്നു നോക്കുന്നത്. ഉണ്ടോ പോകുന്നില്ല, അവിടെ നിന്ന് തന്നെ എത്തിക്കുത്തി നോക്കുവാണേ. തൊട്ടടുത്ത വീട്ടിൻ്റെ ചിമ്മിനിയുടെ പുറത്താട്ടോ. നമ്മൾ ഇതൊക്കെ മാറി വന്നിട്ട് ഇച്ചിരി മഴയും നനഞ്ഞായിരുന്നു ഇന്നലെ, അതുകൊണ്ട് ഇതേ തുമ്മലും ഒക്കെ ഉണ്ടോ. ഒന്നാമത് നമുക്ക് ഇച്ചിരി തുമ്മലും ചീറ്റിലും ഉള്ള കൂട്ടത്തില്ല പോകുന്നത് കാണാം. നല്ല രസമുണ്ട് കേട്ടോ, കുണുങ്ങി പോകുന്നതാണ്. പക്ഷെ മഴയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് പെടയാട്ടോ. അവിടെ അതിൻ്റെ അടുത്ത് പ്രാവുണ്ട്, അവിടെ കുറേ പ്രാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എല്ലാത്തിനും ഒന്ന് നോക്കിയിട്ട് പോവുക ഉണ്ടോ. മഴയാണെങ്കിൽ എന്നാ പറയുന്നത്, നല്ലപോലെ പീലി വിടർത്തി ആടുമെന്ന് കൃഷ്ണമോളി ഇന്നലെ പറയായിരുന്നു. നല്ല രസമാണ് സിന്ധുമ്മേ ഡാൻസ് കളിക്കുമെന്ന്. കൊച്ചു ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വന്നവർ എണീറ്റിട്ടില്ല നമ്മൾ രാവിലെ. ഇവിടെ പോയാലും നമ്മുടെ ആളെ നമ്മൾ കണ്ടുപിടിക്കും കേട്ടോ. കണ്ടോ കറക്റ്റായിട്ട് ഇതേ മാതാവിനെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ജോയി ആലുക്കോസിലാണ് വന്നേക്കുന്നത്. പിൻകോഡ് പറഞ്ഞോളൂ. അപ്പോൾ എല്ലാം നല്ല സെറ്റപ്പ് സംഭവം കേട്ടോ, നല്ല അടിപൊളി സൂപ്പർ. ഞങ്ങൾ വന്നേക്കുന്നത് ഏതാൽ ജോയി ആലുക്കാസിലോട്ടോ വന്നേക്കുന്നത് കേട്ടോ. ഞങ്ങളിവിടെ എൻ്റെ സുന്ദരി മറിയമ്മയുടെ മേക്കാത് കുത്താൻ പോവാ കേട്ടോ. കുത്താല്ലേ, അതെ സമ്മതിക്കത്തില്ലായിരുന്നു അച്ഛൻ, എന്തോമ്പോ സമ്മതിപ്പിച്ചു. അപ്പോൾ നമുക്ക് കുത്താം അല്ലേ. ചെറിയൊരു കുഞ്ഞു വേനേ വരത്തുള്ളൂ കേട്ടോ. അപ്പം നിറച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ ഇടുന്നത്, പക്ഷെ അത് കഴിയുമ്പോൾ ഇതിടാൻ പറ്റും. ഞാനും കൊച്ചും കൂടെ പൊക്കോളാന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. വേണ്ടേ നമ്മളെന്തായാലും നല്ല സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്, നമ്മൾ കുത്തിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ആ സെയിം മോതിരം എനിക്കുണ്ടായിരുന്നു, വെള്ളം കയറ്റിയിട്ട് അമക്കി വെക്കും, സൈസിന് അഡ്ജസ്റ്റ് ആവും. പേടിയുണ്ടോ ചേച്ചി? ഇച്ചിരി പേടിയും ഭയമൊക്കെ ഉണ്ട്, എന്നാലും പേടിയില്ലെന്നും പറഞ്ഞ് ഇരിപ്പുണ്ട്. അച്ഛൻ ദേ മാറി പേടിച്ചിട്ട് അച്ഛൻ പോയി അവിടെ ഇരിപ്പുണ്ട്. അച്ഛനും മകളുടെ സങ്കടം കാണാൻ പറ്റിയതാണ്, കണ്ടു നിറഞ്ഞു പോയേക്കരുത് അതൊക്കെ. അപ്പം ദേ ആർക്കെങ്കിലും ഒക്കെ വേണോ 2 കിലോയുടെ 5 കിലോയുടെ ഒക്കെ ഉണ്ട്. അയ്യോ മതി എന്താ പൊന്നെ, ഇതൊക്കെ എത്ര പവനായിരിക്കും? 15, 25, 50 ഒക്കെ ആയിരിക്കും കേട്ടോ. അല്ല കാശുള്ളവർക്ക്. അക്ഷയ തൃതീയയുടെ ഒന്നും ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പോൾ ഏതായാലും ഏറ്റവും ടോപ്പ് വില കൂടി നിൽക്കുന്ന സമയമാണ് കേട്ടോ, റെക്കോർഡ് വിലയാണല്ലേ. രണ്ടേലും മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഒരു കൊച്ച്. ഞാൻ എന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റാണെന്നൊക്കെ നോക്കി. അപ്പം ഞാൻ കുത്താനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മാർക്ക് ചെയ്തതൊക്കെ ഇച്ചിരി മാറിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെയും വീണ്ടും മാർക്ക് ചെയ്യുക. നോക്കിക്കേടി റീന, ഓക്കെയോ? ചേട്ടന്മാരൊക്കെ വന്ന് നോക്കുന്നു. ഇല്ല വലിയ വേലൊന്നും എടുക്കത്തില്ല.
നല്ല ചെയ്ത് കഴിഞ്ഞു. ഇത്ര ഉള്ളു പരിപാടി. കണ്ടോ, അറിഞ്ഞു പോയില്ല. കഴിഞ്ഞു മേഡത്തിന് അയ്യോ, അപ്പം തോക്കാതിരിക്കുക കേട്ടോ. കഴിഞ്ഞ് അതെ, ഇത് പിന്നെ ആരും കാര്യമാണ് അല്ലേ? അല്ലേ? അയ്യോ വേണ്ട, അച്ഛൻ്റെ കണ്ണു അറിയോ? സൂപ്പറായി കേട്ടോ. സന്തോഷമായോ? ഹാപ്പിയായോ? ഓ, താങ്ക് യു. അവളുടെ അച്ഛൻ സമ്മതിക്കത്തില്ലായിരുന്നു. അച്ഛന് പേടിയായിട്ടേ അവളുടെ അച്ഛൻ സമ്മതിക്കത്തില്ലായിരുന്നു. അത് അച്ഛൻ പേടിച്ച് മാറിയിരിക്കുന്നതാ. മകൾക്ക് നൊന്തില്ലായിരുന്നു കേട്ടോ. അച്ഛനാ നൊന്തത്, മകൾക്ക് നൊന്തില്ല. കരഞ്ഞില്ലല്ലോ. കരഞ്ഞില്ലല്ലോ. അത്ര അതെ. ഇപ്പോഴത്തെ ട്രെൻഡാണ്. അതെ. അപ്പൊ വായോ. അപ്പം ഞങ്ങളുടെ കൊച്ചിൻ്റെ മേക്കാതൊക്കെ കുത്തി സെറ്റാക്കി കേട്ടോ. നല്ല രസം, നല്ല ഐശ്വര്യം കേട്ടോ. ഇങ്ങോട്ട് കയറി വന്നപ്പം വിളക്കുമൊക്കെ സെറ്റാക്കി അല്ലേ, നല്ല ഭംഗി. അപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. തമിഴിലെ എനിക്ക് വായിക്കാറില്ല, പക്ഷേ എനിക്ക് ഇപ്പുറത്തേത് നന്നായിട്ട് വായിക്കാറിയാം. ജോയി ആലുക്കാസ്. അതെ അതെ. കാറെന്ത് ചെയ്തോ? കാറൊക്കെ അവർ കൊണ്ടുതരും. എന്തിന് ഷാളോ? അതേ വരുന്നുണ്ട് കേട്ടോ, അവരിറങ്ങി. നല്ല ഇടപെടലും നല്ല കാര്യങ്ങളും ഒക്കെ കേട്ടോ. നല്ല എന്നാ പറയുന്നത്, ഒത്തിരി സന്തോഷമായി. എന്ത് ചെയ്താൽ അവൾക്ക് കുത്തി കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു അവളുടെ അച്ഛൻ. അപ്പം എൻ്റെ കടമയാന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് കുത്തിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഞങ്ങളെ ഒന്നും പറഞ്ഞില്ല. ഏതായാലും രാവിലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ മാറി നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം ഇവിടെ സ്വീകരിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു ചേട്ടനൊക്കെ നിൽക്കണം കേട്ടോ. നല്ല കിരീടവും ചെങ്കോലും ഒക്കെ പിടിച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചിരിച്ചൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പരിപ്പ് കൂട്ടി അങ്ങോട്ട് കഴിക്കാതോ. പായസം, സാമ്പാർ, പരിപ്പ്, രസം, വേറെ എന്തോ ഒരു കൂട്ടുകറി. ഇത് മധുരക്കറിയാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതൊരു തോരൻ, സമ്മന്തി, തീയൽ, അച്ചാറ്, പപ്പടം, ചോറ്. ആടെ 2 ചോറ് കിട്ടിയിട്ടില്ല. അല്ല, വരുന്നുണ്ട്. ചേട്ടായിക്ക് ഇതൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ചേട്ടായിക്ക് ഇങ്ങനത്തെ കടയും ഇഷ്ടമാണ്. ചേട്ടായിക്ക് ഇങ്ങനത്തെ ചോറും ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ നിന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ രാവിലെ ഇച്ചിരി ലൈറ്റായിട്ടൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഫുള്ളാക്കി മോര് കാണും. അതല്ലേ മോര്, അതേപോലെ കുറേ വെറൈറ്റി കറികളൊക്കെ ഇരിപ്പുണ്ട്. കുഞ്ഞിക്കകത്ത് തൊട്ടിക്കകത്തൊക്കെ എന്നാലും സൂപ്പർ അല്ലേ? ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ കഴിക്കാമല്ലേ നമുക്ക്? ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, എൻ്റെ ആങ്ങളയ്ക്കുന്നതിനും ഭയങ്കര ഇതാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തൊരു ചെറിയ കടയിൽ വരെ വന്നാണേ. അപ്പോഴത്തേക്കും ഇതെന്തിനാണെന്നുള്ളത് അറിയോ? നാളെ രാവിലെ ഭഗവാൻ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂ പറിക്കുക കേട്ടോ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, ചേച്ചി വണ്ടിയിൽ തന്നെ ഇരുന്നു. വേണ്ട ഇറങ്ങണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എന്നിട്ട് വണ്ടിയിൽ ഇറങ്ങിയില്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നി. എല്ലാ ദിവസം അന്നത്തെ ഞങ്ങൾ ആദ്യം വന്നില്ലേ, അപ്പോഴത്തേ പോലെ തന്നെ ഇപ്പോഴേ ഒരു മാറ്റം ഇല്ലാണ്ട് കറക്റ്റ് വൈകിട്ട് ആ പൂമാല കെട്ടി വെക്കും. രാവിലെ ഭഗവാന് ചാർത്തും കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളോടൊക്കെ പറഞ്ഞാൽ നമ്മൾ വിളക്ക് കത്തിക്കും, ചിലപ്പം പൂ പറിച്ച് വെക്കും, അത്രേ ഉള്ളൂ. എന്നും പൂ പറിച്ച് വെക്കും അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ ഇല്ല. ഇത് എല്ലാ ദിവസവും ചെയ്യും. അതുകൊണ്ട് തന്നെ പഴങ്ങളൊക്കെ പിന്നെ ഒരു ഓടിൻ്റെ മാതിരി ഒരു കുഞ്ഞൊരു പാത്രവും ഒരു തട്ടവും ഉണ്ട് കേട്ടോ. അതിനകത്ത് ഫ്രൂട്ട്സൊക്കെ കഴുകി എല്ലാ ദിവസവും ഭഗവാന് വെക്കും. എന്നിട്ട് പ്രസാദമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും പരിപാടിയെല്ലാം കഴിഞ്ഞു വന്നുകൊണ്ടല്ലോ ഒരു 1/4 മണിക്കൂറോളം യോഗ ചെയ്യും ആൾ. ഇന്ന് ഞാൻ എന്നിട്ട് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ. ഉണ്ടോ 2 പേരൂടെ പറിക്കുന്നുണ്ടോ. മോള് വന്നില്ല കേട്ടോ. മോളെ പപ്പായ വീട്ടിലാക്കി. എന്നിട്ട് ഞങ്ങൾ 3 കൂടെ ഇറങ്ങിയതാണ് കേട്ടോ കറങ്ങാൻ വേണ്ടിയിട്ട്.
അപ്പോൾ മുറ്റത്തെ ചെടിയല്ല ഇവിടെ വെട്ടിക്കളഞ്ഞ് എന്തോ ഒരു സൈസ് പുഴു കയറിയെന്നും പറഞ്ഞു. എന്തോ ഒരു നമ്മുടെ കറിവേപ്പിലൊക്കെ കയറുന്നില്ല ഒരു സൈസ് എന്തോ ഒരു ജീവി ഉണങ്ങത്തെ അത് കയറിയെന്ന് പറഞ്ഞു വെട്ടിക്കളഞ്ഞ്. അല്ലെങ്കിൽ മുറ്റത്ത് തന്നെ പൂവുണ്ട് കേട്ടോ. ചെമ്പരത്തി ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു. ഇതെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോവുകയാണേ. വേറെ എവിടേക്കാട്ട് പോയി പറിക്കാൻ വേണ്ടി പോവാ. ആ ഒരു ചെടി ലക്ഷ്യമാക്കി പോവാ. ഉണ്ടോ? ദൈവമേ മതി. എന്നാ പറയാനും എനിക്ക് ദൈവം തന്ന ഭാഗ്യം കേട്ടോ. ഇതുങ്ങളൊക്കെ സത്യം പറയുക നമുക്ക് എന്നാ പറഞ്ഞാലും ഒന്ന് മനസ്സിന് സങ്കടമൊക്കെ ഉള്ളപ്പോൾ ഇതുങ്ങളൊക്കെ അടുത്തോട്ട് ഓടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒത്തിരി സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. അവർ പൂ പറിച്ച് അങ്ങ് അറ്റത്തുള്ള ഒരു ചെടിയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ ആര്യവേപ്പാണ് കേട്ടോ. നിറച്ച് ആര്യവേപ്പും എന്നാ പറയുന്നത് നല്ല ഇതുമല്ലേ. പ്രത്യേകിച്ച് അങ്ങോട്ട് അവരുടെ വീടിൻ്റെ അവിടെ എല്ലാം മലയാണ് പുറകിലോട്ടൊക്കെ. അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ സിറ്റോട്ടി ഇരിക്കുമ്പോൾ. നല്ലൊരു സുഖം സിറ്റോട്ടി ഇരിക്കുമ്പോൾ. ഞാൻ എന്തത് സിറ്റോട്ടി ഇച്ചിരി നേരം ഇറങ്ങിയിരിക്കുകയായിരുന്നു. അന്നേരത്തേനും എല്ലാവരും ശാലനേരം കയറി കിടന്ന് ഉറങ്ങി. ഞാനെന്നോ മടുത്തായിരുന്നു. ഇന്നലത്തെ വരവ് ഇച്ചിരി മടുപ്പായി പോയി. കടന്നു വണ്ടിയിൽ 7-7.5 മണിക്കൂർ നേരം ഇരുന്ന് 7 8 മണിക്കൂർ നേരം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 8 മണിക്കൂറും വേണം. അത്ര സമയം ഒരേ പടുതി ഇരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഫുഡും എല്ലാം കഴിച്ചിട്ട് അവിടെ ഇറങ്ങിയതേ വലിയൊരു ഹോട്ടലിൽ കയറ്റി ഫുഡും ഒക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാനും പറ്റത്തില്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു ഇച്ചിരി രോഗമുണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിപ്പിച്ചിരി കുറവാണ്. എന്നിട്ട് വീട്ടിൽ വന്ന് പിന്നെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ബിഗ് ബോസ് ഇന്നലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമ്മൾ ബിഗ് ബോസ് കാണുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും ഈ വ്യൂസ് ഭയങ്കരമായിട്ട് കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ള പ്രോഗ്രാമല്ലേ. അപ്പോൾ ഇന്നലെ അതൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് ഒത്തിരി ദിവസമായില്ലേ. ദൈവമേ കൃഷ്ണമോൾ വന്നപ്പോൾ തുടങ്ങി പറയാം ഇന്ന് പോരുത്, നാളെ പോരുത്, നാളെ തഞ്ഞ് പോരുത്, ഇത്ര ദിവസം നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. ഞങ്ങൾ എങ്ങനെയും 2 ദിവസം നിന്നിട്ട് തിരിച്ചു പോകാതൊക്കെയുള്ള കണ്ടീഷനാണ് വന്നത്. പക്ഷേ അവർക്ക് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതിന് ഭയങ്കര സ്നേഹമുള്ളൊരു കുഞ്ഞാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ മേലെ. അത് അപ്പനും അമ്മയും പറയായിരുന്നു. ചേച്ചിയും പിന്നെ പപ്പായും വരുമ്പോഴാണ് ഇവർക്ക് ഇത്രയും ഭയങ്കര സന്തോഷമാണെന്ന്. ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി പപ്പായും വരുന്നതെന്ന്. എൻ്റെ ദൈവമേ, അതൊക്കെ നമുക്കൊരു സന്തോഷം, ഒരു നല്ല ഇത് തന്നെയല്ലേ ദൈവം തന്നേക്കുന്നത്. ഭയങ്കര ഭാഗ്യം തന്നെയല്ലേ തമ്പുരാൻ തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ, വീഡിയോക്കകത്തൊക്കെ ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, കുറേ സമയം വീട്ടിൽ കിട്ടുന്നുള്ളൂ. ഞങ്ങൾ പുറത്തൂടെയൊക്കെ ഒന്ന് കറങ്ങാനും പറക്കാനും ഒക്കെ നടക്കുമായിരുന്നു. അപ്പം കാണിച്ചു തരാം കേട്ടോ. രണ്ടും കൂടെ പൂവൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ മതി. ഭയങ്കര പാവം കേട്ടോ, പാവങ്ങളാ രണ്ടും. ഭയങ്കര കൂട്ടുക, നമ്മളെയും വരുന്നവരെ അതേപോലെ ഭയങ്കര സ്നേഹമാട്ടോ. രണ്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. മാളോടുള്ള കഥകൾ മൊത്തം പറഞ്ഞു പോയി കേട്ടോ. ഞാൻ അനങ്ങകളിൽ അതൊന്ന് അവത്തോശം പറഞ്ഞു പോയി അല്ലേ. അത് നേരത്തെ അത് ചെന്നിട്ടുള്ള കണക്കുകൾ മൊത്തം പറയാം, വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓയ്യോ സന്തോഷത്തിൽ സമാധാനത്തിൽ ഉണ്ടാവും കേട്ടോ. 2 മണിക്കൂർ കിടന്നുറങ്ങി എന്നാന്നറിയാം, എണീപ്പിച്ച് നിങ്ങൾക്ക് അതിന് അറിയത്തില്ല. ഈ കിടപ്പാട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ പാറ ഇപ്പം റോഡിൽ നിന്ന് പാറ മെഷീനുണ്ട്, അറിയോ? അതിന്റെ പേര് ജായ്ക്കാമർ. അത് നമ്മൾക്ക് കൂർക്കം വെച്ചത് കൂർക്കം വലിയ. അയ്യോ ഇതെല്ലാം കള്ളത്തരം, അതാ ഞാൻ പറഞ്ഞ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പം വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ പോയിട്ടിങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ. അവൾ പുറകെ നടന്ന് കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, സിന്ധുമ്മ ഇന്ന് പോരുതേ, നാളെ പോരുതേ, നാളെ തഞ്ഞ് പോരുതേന്ന്. അപ്പോൾ എൻ്റെ ദൈവമേ മതി. എന്തായാലും നോക്കാം നമുക്കല്ലേ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ ഇഷ്ടമായാലും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽ ബട്ടനോട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ കൃഷ്ണമോളുടെ കൂടെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.